തിരുക്കല്ലറ ദേവാലയത്തിൽ ഓശാന ദിവ്യബലി അർപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പോലീസ് കർദിനാൾ പിസബെല്ലെ തടഞ്ഞ സംഭവത്തിൽ വിശദീകരണം അറിയിച്ചും ഖേദം രേഖപ്പെടുത്തിയും കർദിനാളിന് ദേവാലയത്തിലേക്ക് അടിയന്തര പ്രവേശന അനുമതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചും ഇസ്രായേൽ. ഓശാന ഞായറാഴ്ചയായിരുന്നു വിവാദങ്ങൾക്ക് വഴിതെളിച്ച സംഭവം നടന്നത്. ഹോം ഫ്രണ്ട് കമാൻഡ് ഏർപ്പെടുത്തിയ സുരക്ഷാ ആശങ്കകളും നിയന്ത്രണങ്ങളും പ്രകാരം ഈ വർഷം പരമ്പരാഗത ഓശാന ഘോഷയാത്രയും ആഘോഷങ്ങളും റദ്ദാക്കപ്പെട്ടിരുന്നു. ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ലെയും ഫാദർ ഫ്രാൻസിസ്കോ ഇൽപ്പോയും തിരുക്കല്ലറ ദേവാലയത്തിൽ സ്വകാര്യ ദിവ്യബലിക്കായി പോകവെയായിരുന്നു ഇസ്രായേൽ പോലീസ് തങ്ങളെ തടഞ്ഞതെന്ന് പാത്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. നൂറ്റാണ്ടുകൾക്കിടെ ആദ്യമായാണ് തിരുക്കല്ലറ ദേവാലയത്തിൽ ഓശാന ദിവ്യബലി അർപ്പിക്കുന്നതിൽ നിന്ന് സഭാ നേതൃത്വത്തെ തടഞ്ഞതെന്ന് അതിൽ പറയുന്നു. കർദിനാളിന്റെ ദേവാലയ പ്രവേശനം തടഞ്ഞതിനെ യുക്തിരഹിത നടപടിയെന്ന് വിശേഷിപ്പിച്ച പാത്രിയാർക്കേറ്റ് അനുചിതവും തിടുക്കത്തിലുള്ളതുമായ പ്രസ്തുത തീരുമാനം ആരാധനാ സ്വാതന്ത്ര്യം, വിശുദ്ധ സ്ഥലങ്ങളുടെ സ്റ്റാറ്റസ് ക്യോ പദവിയോടുള്ള ആദരം എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ വ്യതിചലനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പാത്രിയാർക്കീസിന്റെ ദേവാലയ ശുശ്രൂഷകൾ പ്രതീക്ഷിച്ചിരുന്ന ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികളോട് തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിക്കുന്നതായി പാത്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭവം ഇസ്രായേൽ അധികാരികളുടെ ശ്രദ്ധയിലെത്തിയതോടെ ഇസ്രായേൽ പോലീസും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രസിഡന്റ് ഹെർസോഗും പ്രതികരണങ്ങളും പ്രതിവിധികളുമായി രംഗത്ത് വരികയായിരുന്നു. വിശുദ്ധ സ്ഥലങ്ങൾക്ക് നേരെ അടുത്തിടെ വർദ്ധിച്ചുവന്ന ഇറാന്റെ ആക്രമണങ്ങളുടെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് നൽകിയ നിർദ്ദേശങ്ങളുടെ ഭാഗമായിരുന്നു നടപടിയെന്ന് ഇസ്രായേൽ പോലീസ് വ്യക്തമാക്കി. പ്രസ്തുത പ്രദേശം ആക്രമണ സാധ്യത കണക്കിലെടുക്കുമ്പോൾ അടിയന്തര രക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിൽ താരതമ്യേന സങ്കീർണമായ ഒരു പ്രദേശമാണ് എന്നും മനുഷ്യജീവന് അപായം നേരിട്ടേക്കാവുന്ന സാധ്യത കൂടുതലാണെന്നും ഇസ്രായേൽ പോലീസ് വിശദീകരിച്ചു. അതേസമയം സംഭവത്തിൽ കർദിനാളിനെ വിളിച്ച് ഖേദമറിയിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് വിശുദ്ധ സ്ഥലങ്ങളുടെ സ്റ്റാറ്റസ് ക്യോ പദവി ആദരിക്കുന്നതായി അറിയിക്കുകയും രാജ്യത്ത് മതസ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാത്രി തന്നെ കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ലെയ്ക്ക് തിരുക്കല്ലറ ദേവാലയത്തിൽ പൂർണ്ണവും അടിയന്തരവുമായ പ്രവേശനം അനുവദിക്കാൻ ഉത്തരവിട്ടതായി അറിയിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയന്ത്രണങ്ങൾ ആരാധകരെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നും എന്നാൽ കർദിനാൾ പിസബെല്ലെയ്ക്ക് സ്വതന്ത്രമായി പ്രാർത്ഥനകൾ നടത്താൻ അനുമതിയുണ്ടെന്നും ഊന്നിപ്പറഞ്ഞു.